ഹലോ നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പം ഷഫീഖിന് അടുത്ത വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ്. റെയിൽവേ സ്റ്റേഷൻ ബൈ ദ വൈ കൃപാകരൻ തന്നെ കൃപാകരൻ. ഒരു എന്തിനാണ് ഇവിടെ വന്നതെന്ന് വെച്ചാൽ ഇത് എഗ്മോർ റെയിൽവേ സ്റ്റേഷനാണ്. നാട്ടിൽ നിന്ന് എൻ്റെ ബുള്ളറ്റ് വരുന്നുണ്ട്, അപ്പോൾ അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഒരു തലവേദന പിടിച്ച കാര്യമാണ്. അവിടുന്ന് പെട്രോള് നമ്മളെങ്കിൽ എല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ എംറ്റി ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് അയക്കാൻ. എന്നാൽ ഓട്ടി ഇവിടുന്ന് കുപ്പിയിലാണെങ്കിൽ പെട്രോളും കിട്ടത്തില്ല. പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വന്നാലും പെട്രോൾ ഇങ്ങോട്ട് അകത്തോട്ടും കയറ്റത്തില്ല. അതാണ് ഈ സംഭവം. സത്യം പറഞ്ഞാൽ വളരെ ഒരു കൺഫ്യൂസ്ഡ് ഇതാണ് ഇത്. സംഭവം ഇത് എവിടെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, ബൈക്ക് ഇഷ്ടംപോലെ ബൈക്കുകൾ ഇരിപ്പുണ്ട്. ഇവിടെ ബൈക്ക് ഉണ്ട്, ഇത് ഇതൊന്നും കിടയാതിരാ. ബുള്ളറ്റ് അബ്ഡിയെ നിൽക്കും ഇരുന്നാലും. ഇവിടെ നിന്ന് ഒരാൾ പറഞ്ഞത് ഇവിടെ നിന്ന് നടന്നിട്ട് കൊണ്ട് അവിടെ എത്തുമ്പം എൻഡായി എല്ലാം അങ്ങോട്ട് പ്ലാറ്റ്ഫോം 1. ഓ അന്ത സൈഡ് നമ്മൾ പോകണം. അപ്പോൾ പോലെ ശരി. ഈ 7 മണി സമയത്ത് തന്നെ ഭയങ്കര റഷും കാര്യങ്ങളുമാണ്. അവിടെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നിന്നപ്പോൾ ഒരു പയ്യനായി ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചു, എന്ത് പറ്റി ബ്രോ? അപ്പോൾ പറഞ്ഞ് ബൈക്ക് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ അല്ല, ഈ പ്ലാറ്റ്ഫോമിലാന്ന് പറഞ്ഞു. പ്ലാറ്റ്ഫോമിൽ ഏറ്റവും അവസാനത്തെ. അപ്പോൾ അങ്ങനെ നടന്ന് പോകണം. അപ്പോൾ ആ പയ്യനാണെങ്കിലും മധുരൈ പാഴ്സൽ വരുന്നതൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ പിന്നെ വേറെന്താ പറഞ്ഞത്, പ്ലാറ്റ്ഫോം ടിക്കറ്റ് വേണമെന്ന് ചോദിച്ചു. പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഒട്ടും ഓർഗനൈസ്ഡും അല്ല, ഒരു ലെവലില്ല. ഇതെന്തുവാ ഏതാന്നൊന്നും അറിയത്തുമില്ല. നമ്മുടെ ബൈക്ക് ഇവിടെ വന്നിട്ടില്ല. ഇതോ പോകുന്ന പുള്ളിക്കാരനെങ്കിൽ അത് എടുക്കാൻ വേണ്ടി പോയിട്ട് അതുകൊണ്ട് കണ്ടില്ല. 2 പേര് ഒരാൾ ഇപ്പോൾ കയറുന്നില്ല. ആ പുള്ളിക്കാരൻ ഇപ്പം നമ്മളോட ബൈക്ക് കയറി എടുക്കുന്നതിനാ நம்ம காசு கொடுக்கணும்ல? எதுக்கு நம்ம காசு கொடுக்கணும்? ஸோ அது அவங்க கவர்மெண்ட் ஸ்டாஃப் இல்லை, அவங்களோட வேலையே அதிகம். അവിടെ പോലീസുകാരൻ്റെ ഇപ്പോൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരനെ ഇരിക്കാത്തതൊക്കെ കണക്ക് തന്നെ. എല്ലാം ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ഇവിടുത്തെ ഒരുപാട് ഏജൻറ്റുമാരുണ്ട്. അവന്മാരൊക്കെ ചെയ്യുന്നത്. ഇവിടെ വർക്ക് ചെയ്യുന്നമാര് ഏജൻറ്റുമാരായിട്ട് വർക്ക് ചെയ്യും. ബൈക്കല്ല ഇതെല്ലാം നമ്മുടെ ബൈക്ക്. പോസ്റ്റാണ്. ഇപ്പോൾ തന്നെ ഏതാണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞു വണ്ടി എടുക്കാൻ വേണ്ടി പോയി. ചാനൽ ഓപ്പൺ பண்ணேன். எனக்கு யூடியூப் சேனல் இருக்குடா. அதில் சப்ஸ்கிரைபர்ஸ் வேறு இருக்குது. அது என்ன பார்சல் ட்ரெயினா பேசஞ்சர் ட்ரெயினா என்னது அது? തൂത്തുക്കുടി ട്രെയിനാണ്. നമ്മുടെ വണ്ടി വന്നു. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വണ്ടി വന്നിരിക്കുകയാണ്. എൻ്റെ ബാക്കി കാഴ്ച ഉണ്ടാകണം. പേരൊക്കെ കൊണ്ടുപോകാനാച്ചി. നമുക്കെല്ലാം കഴിഞ്ഞിട്ട് ആക്ച്വലി അവിടുന്ന് ഒരു പേപ്പറുണ്ട്. ആ പേപ്പർ എടുക്കാൻ വേണ്ടി പുള്ളിക്കാരന് ഭയങ്കര ധൃതിയായിരുന്നു. അതുകൊണ്ട് പിന്നെ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഓഫീസിൽ കൊണ്ട് കാണിച്ചിട്ട് പിന്നെ CRF എന്തോ ഒരു പോലീസുണ്ട്. ആ പോലീസിൻ്റെ നമുക്ക് സൈൻ മേടിച്ച് സീൽ കിട്ടും. എന്നിട്ട് പുള്ളിയുടെ ആയി കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ പരിപാടി. പാക്കിങ് എൻ്റെ ഊരാൻ വേണ്ടി നിൽക്കുക. ആക്ച്വലി ആദ്യത്തെ 6 മണിക്കൂർ ഫ്രീയാണ്. പിന്നെ ഓരോരോ മണിക്കൂറിന് വെച്ചിട്ട് 11 രൂപ വെച്ചിട്ട് ചാർജസ് ആവുന്നു. എന്നടാ കോൺട്രാക്റ്റാ? ഓ വേലയാ? ചേട്ടാ ഇതുവഴി എങ്ങനെ എടുത്തോണ്ട് പോകും? ഇവിടെ ഭയങ്കര സ്ഥലമൊന്നും ഇല്ലല്ലോ. ഇവിടെ റോഡും ഇല്ല. റോഡ് ഇതെങ്ങനെ ഇതുവഴി കൊണ്ടുവന്നേ? எப்படி நீ எடுத்துகிட்டு போகிற? இந்த பக்கம் இப்படி தான் போனோம். അവിടുന്ന് കയറ്റുമ്പോൾ എന്താ പക്കം പോകണം ചോദിച്ചു. ബൈക്ക് എടുത്തിട്ട് വന്നിട്ട് ഞങ്ങളാണെങ്കിൽ പോകാൻ വേണ്ടി പോവാണ്.
ഓക്കെ. അപ്പോൾ വേറെ വലിയ സീനോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ ആൾക്കാർ ഓക്കെ ആയിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. പിന്നെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അവർക്ക് പിന്നെ പൈസ വേണമായിരുന്നു. 500 രൂപ ചോദിച്ചു, 150 രൂപ കൊടുത്തു. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട്. അത് നമ്മൾ ബൈക്ക് ഇടുന്നുണ്ടല്ലേ. ഏയ് വാടാ. ശരി, ഇതോ എങ്ങനെ ഹെൽമെറ്റ് ഇരിക്കും, ഹെൽമെറ്റ് പോട്ടിക്കോ. അവിടുന്ന് അതായത് പുനലൂരിൽ നിന്ന് ചെന്നൈയിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിന് 450 രൂപ പ്ലസ് ഇതായി, അതായത് പാക്കിംഗ് ചാർജ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ആണെങ്കിൽ എനിക്ക് പൈസയുള്ള കാര്യങ്ങളും ആയിട്ടില്ല. കാര്യം ആദ്യത്തെ 6 മണിക്കൂർ ഫ്രീയാണ്. ഇന്ന് വെളുപ്പിന് 3 മണിക്കാണ് ബുള്ളറ്റ് വന്നത്. അതുകൊണ്ട് പിന്നെ എനിക്ക് ആ വിത്തിൻ 6 മണിക്കൂർ ആയതുകൊണ്ട് ചാർജസോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പം ഞാൻ ഇപ്പം നിങ്ങളുടെ പറഞ്ഞ പോലെ 1 മണിക്കൂർ കൂടുതൽ, അതായത് 6 മണിക്കൂർ കൂടുതലെങ്കിൽ പെർ ആറിന് 11 രൂപ വെച്ച് ചാർജ് ആവും. പിന്നെ ഇവിടുന്ന് ഞാനിപ്പം നാട്ടിലോട്ട് വല്ലതും അയക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഈ സ്റ്റേഷനിൽ തന്നെയാണ് വന്ന് അയക്കേണ്ടത്. പിന്നെന്ത് സത്യം പറഞ്ഞാൽ കാർ അവിടെ പാർക്ക് ചെയ്തേക്കുന്നത്. ഇനി ഇങ്ങനെ ചുറ്റി കറങ്ങി പൊടി. ഇങ്ങ വന്നിരിക്കാടാ കാർ. അവളോ ദൂരം ഉണ്ടാ, ഏതാണ്ട് 3 കിലോമീറ്റർ 2.5 കിലോമീറ്റർ നമ്മൾ പോകണുണ്ടാ ഇപ്പോൾ. ഇങ്ങതാണ്ടാ ആക്ച്വലി അല്ല അങ്ങ പോകണം. അപ്പോൾ ഇത്രയുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെയാണ് നാട്ടിൽ നിന്നൊരു ബൈക്ക് വന്നത്. പിന്നെ അത് ഞാൻ ചെറിയൊരു കാര്യമാണ്, കാര്യം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഒരു വീഡിയോ എടുക്കുന്നതല്ലേ, ചുമ്മാ ഒന്ന് എടുത്തേ അല്ലേ.